ഉപ്പുമുളകിൽ നിന്നും സിദ്ധാർത്ഥ് പ്രഭു മാറിയതിന് പിന്നാലെ താനും ഉപ്പുമുളകിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഉണ്ണിമായ രംഗത്തെത്തി. കരിയറിലും പഠനവുമൊക്കെ പോവുകയാണിനി. ഓഡിഷനിലൂടെയായിരുന്നു പരമ്പരയിലേക്ക് വന്നത്. ഈ സ്ഥലവും ആൾക്കാരുമൊക്കെ എനിക്ക് സ്ട്രേഞ്ച് ആയിരുന്നു. ഞാൻ നല്ല ടെൻഷനിലുമായിരുന്നു അന്ന്. ഓഡിഷൻ കഴിഞ്ഞ 2ാമത്തെ ദിവസം മുതൽ ഞാൻ ഈ കുടുംബത്തിലെ അംഗമായതാണ്. ഈ സ്ഥലവും ആളുകളുമൊക്കെ എനിക്ക് ഏറെ സ്പെഷ്യലാണ്. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമൊക്കെ കിട്ടിയത് ഉപ്പുമുളകിലൂടെയാണ്. പാറമട വീടിന്റെ മുകളിൽ വെച്ചായിരുന്നു ഓഡിഷൻ. എല്ലാവരെയും കാണുന്നത് താഴെ വെച്ചായിരുന്നു. അന്ന് പ്രൊമോ ഷൂട്ടായിരുന്നു അവിടെ. പരമ്പരയിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ എല്ലാം കാണിക്കണമെന്ന് കരുതിയിരുന്നു. ആ പരമ്പരയിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ അവരുടെ കുടുംബം പോലെയാണ് കാണുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കാറൊക്കെയുണ്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അക്കാര്യത്തിൽ. ഉപ്പുമുളകിൽ നിന്നും ഞാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല. കരിയറിൽ അടുത്ത ചുവട് വെക്കണം. പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. ഇന്നുവരെ കിട്ടിയ സ്നേഹത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരു ഫാമിലിയിൽ പോയി യാത്ര പറയുമ്പോൾ വിഷമം വരില്ലേ, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചല്ലേ പറ്റൂ. ഈ സ്നേഹവും പിന്തുണയും എന്നും കൂടെ വേണമെന്നുമായിരുന്നു ഉണ്ണിമായ പറഞ്ഞത്. ഉപ്പും മുളകും ലൊക്കേഷൻ കാണണമെന്നൊക്കെ പറഞ്ഞ് കുറെ പേർ മെസ്സേജ് അയച്ചിരുന്നു. ഉപ്പും മുളകും ലൊക്കേഷൻ എന്നോ പാറമട വീടെന്നോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവിടെ എത്തും. ആദ്യമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഇതിന്റെ പിറകിൽ എവിടെയോ ആണ് എത്തിയത്. പിന്നെ ഇവരെ വിളിച്ചപ്പോഴാണ് കൃത്യമായ സ്ഥലം മനസ്സിലായത്. നല്ലതിനല്ലേ പോകുന്നത്, സങ്കടമുണ്ട്, എല്ലാം നല്ലതായി വരട്ടെ എന്നായിരുന്നു ഉപ്പുമുളകും ടീമിലുള്ളവർ ഗൗരിയോട് പറഞ്ഞത്. പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മുന്നേറുകയായിരുന്നു ഉപ്പുമുളകും പരമ്പര. നീലുവും ബാലുവും പിന്മാറിയ ശേഷം TRP റേറ്റിംഗിൽ വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധു എത്തിയതോടെ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് പരമ്പരയ്ക്ക് ലഭിച്ചത്. പ്രവാസിയായ സിദ്ധുവായി എത്തിയത് സിദ്ധാർത്ഥ് പ്രഭുവായിരുന്നു. മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നേറുന്നതിന്റെ ഇടയിലാണ് സിദ്ധുവിന്റെ ആരാധകരെ നിരാശരാക്കിയ ഒരു വാർത്ത പുറത്തുവന്നത്. ഒരുപാട് സീരിയലുകളിലൂടെ ആരാധകരെ നേടിയതാണ് സിദ്ധാർത്ഥ് പ്രഭു. എപ്പോഴും പ്രേക്ഷകരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന സിദ്ധു ഇപ്പോൾ 26 വയസ്സ് പിന്നിട്ട ഒരു വലിയ യുവാവ് തന്നെയാണ്. എങ്കിലും കണ്ണൻ എന്ന പേരിലെ ഇമേജ് താരത്തിന് പോയിട്ടുമില്ല. ഇപ്പോൾ സിദ്ധു ആണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവതാരം. എന്നാൽ മദ്യപിച്ച വാഹനം ഓടിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു സിദ്ധാർത്ഥ. ആ സംഭവത്തിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായി. ഒരു ബ്രേക്ക് ഉണ്ടായ ശേഷമാണ് സിദ്ധാർത്ഥ ഉപ്പുമുളകിലേക്ക് മടങ്ങിയെത്തിയത്. താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ സീരിയലിലേക്ക് എത്തിയത്. പിന്നെയും ഉപ്പുമുളകിലേക്ക് എത്തിയത് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു വീഡിയോയിലൂടെയാണ് സിദ്ധാർത്ഥ മടങ്ങിയെത്തിയത്. എന്നാൽ സിദ്ധാർത്ഥിനോട് ക്ഷമിക്കാൻ മാത്രമേ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം തട്ടിമുട്ടിയും എന്ന പരമ്പരയിലെ കണ്ണനായിട്ടാണ് നമ്മുടെ എല്ലാ മനസ്സിലേക്ക് സിദ്ധാർത്ഥ എത്തിയത്. ആ കുഞ്ഞു പയ്യൻ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്ന് ഇപ്പോൾ ഒരു പയ്യനായിട്ട് വളർന്നെങ്കിലും നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു ആളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയനെ പോലെയോ സഹോദരനെ പോലെയോ മകനെ പോലെയൊക്കെ തന്നെയാണ് എല്ലാവരും സിദ്ധാർത്ഥിനെ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് ആ സംഭവത്തിൽ എല്ലാവരും ക്ഷമിക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ പരിക്കേറ്റ ആള് മരണപ്പെട്ട വാർത്ത ഒക്കെ ചർച്ചയെ മാറിയിരുന്നു. എന്നാൽ അപ്പോഴും സിദ്ധാർത്ഥിന്റെ പക്ഷം ചേർന്ന് നിൽക്കാനും സിദ്ധാർത്ഥിനെ കുറിച്ചും ചിന്തിക്കാനും എന്തോ ആരാധകർക്കും മനസാക്ഷിക്കുമെല്ലാം തോന്നിയിട്ടുണ്ട്. നാട്ടുകാരെയും പോലീസിനോടും അസഭ്യം പറഞ്ഞു എന്ന ആരോപണത്തിലാണ് സിദ്ധുവിനെ അന്ന് നാട്ടുകാർ കൈകാര്യം ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് വീട്ടിലേക്ക് നിറഞ്ഞ് വിട്ടയച്ചുവെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ വന്ന അപ്ഡേഷൻ ഇത് മാത്രമാണ്. പിന്നീട് ആ പരിക്കേറ്റയാൾ മരണപ്പെട്ടു എന്ന വാർത്ത എത്തിയിരുന്നു. പക്ഷെ ഉപ്പുമുളകും ആരാധകരെ നിരാശരാക്കുന്ന പോലെ തന്നെയാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ എത്തുന്ന വിവരം. ചാനൽ സിദ്ധാർത്ഥിനെ പുറത്താക്കി എന്ന പോലെയുള്ള സംസാരമാണ് കൂടുതലും. എന്നാൽ ചാനലോ അണിയറ പ്രവർത്തകരോ ഇത് സംബന്ധിക്കുന്ന യാതൊരു വിവരവും പങ്കുവച്ചിട്ടില്ല. സിദ്ധാർത്ഥ മടങ്ങിയെത്തിയ ശേഷം ഇപ്പോൾ ഉപ്പുമുളകിൽ ഒരു വലിയ അപ്ഡേറ്റ് നടന്നിരിക്കുകയാണ്. കാരണം വീണ നായരൊക്കെ ഇപ്പോൾ ഉപ്പുമുളകിൽ എത്തിയിട്ടുണ്ട്. പുതിയൊരു കഥാതന്തുവിലൂടെയാണ് ഉപ്പുമുളക് മുന്നേറാൻ പോകുന്നത്. എന്നാൽ താൻ ഉപ്പുമുളകിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ വീണ്ടും വന്നിട്ടുണ്ട്. തന്റെ പേരിലുള്ള ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി താൻ ഉപ്പുമുളകിൽ നിന്നും ഇപ്പോൾ താൽക്കാലികമായി പിന്മാറുന്നുവെന്നും
ഇനി ഒരു ബ്രേക്ക് ആണെന്നും സിദ്ധാർത്ഥ പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്നും ആ സീരിയലിൽ നിന്നും സിദ്ധാർത്ഥിനെ മാറ്റിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം സിദ്ധാർത്ഥിന് മാറേണ്ടി വന്നതാണോ, അന്നത്തെ ആ കേസാണോ പ്രശ്നം എന്നെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതങ്ങനെയാണോ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്? അടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞത് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തിട്ടില്ലേ? ചില സ്ഥലത്തൊക്കെ പോകുമ്പോ നമ്മള് പെട്ടെന്ന് വന്നിട്ട് ഹഗ്ഗൊക്കെ ചെയ്യും ചേച്ചിമാരൊക്കെ. അപ്പഴത്തേക്ക് നമുക്ക് തോന്നുന്നു ഭയങ്കര സ്നേഹമാണല്ലോ അവർക്ക്. അതെ, അതെങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ അത് ടെലിവിഷനിലൂടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഗൗരി ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ചിലരെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞത്. അതൊരു സന്തോഷമാണല്ലേ നമ്മളിങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെ. ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു ഇമേജ് ഓൾറെഡി ഈ ഉപ്പുമുളകിലാണെങ്കിലും വരുന്നതിന് മുമ്പേ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിലൂടെ തന്നെയാണോ ഉപ്പുമുളകിലേക്ക് വരുന്നത്? അതിന്റെ തുടക്കം അങ്ങനെ തന്നെയായിരുന്നോ? അല്ല, സോഷ്യൽ മീഡിയ ഞാൻ വളരെ അങ്ങനെ ഫെയിം ഒന്നും അല്ലായിരുന്നു. 19K എന്തോ ഉണ്ടായിരുന്നുള്ളൂ സമയത്ത്. ഞാൻ മുറ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓഡീഷൻ വഴി പോയതാ. കുഞ്ഞു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ റൈറ്ററാണ് ഉപ്പുമുളകിന്റെ റൈറ്റർ. അപ്പൊ പുള്ളി വഴി കാസ്റ്റായി ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പെട്ടെന്നൊരു ഫെയിം ഉണ്ടാവുന്നതും എല്ലാവരും. കേട്ടു ഉപ്പുമുളകും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല, വന്നു കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാവും വിചാരിച്ചായിരുന്നു? ഒരിക്കലും ഇല്ല. ഇത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് വന്നതിന് ശേഷം. ഞാൻ കാണാറില്ലല്ലോ. ഞാൻ പിന്നെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ വീഡിയോസിനൊക്കെ 9 മില്യൺ അങ്ങനെ വ്യൂസ് ഉണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരിയില് കണ്ടിട്ടുള്ള കോമന്റ്സ് ആണ് മലയാളത്തില് സായി പല്ലവി എന്നുള്ളത്. പക്ഷെ സായി പല്ലവിനേക്കാൾ എനിക്ക് നിഖില വിമലിന്റെ ഒരു കട്ടൊക്കെ തോന്നുന്നു. നിങ്ങക്ക് തോന്നില്ലേ? എവിടെയോ ഒരു ചായകാച്ചൽ അതെന്താ അറിയോ, ഈ മൂവിയുടെ ഷൂട്ട് നടന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരെപ്പോലും ഞാൻ ഇരിക്കുന്നു പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അയ്യോ സോറി, വെരി ഹോണസ്റ്റ്, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാരും പറയും, കുറെ പേര് പറയും മലയാളത്തിലെ സൈപ്പിൽ ഇങ്ങനെ കമന്റ് വരാറുണ്ട്. കാരണം എനിക്ക് ആക്നെ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാവണം. പിന്നെ പുള്ളിക്കാരിന് ഒരുപാട് ഒരുങ്ങി പോകാത്തോണ്ടായിരിക്കണം. അത് ഓരോ വ്യക്തികളാണല്ലോ അങ്ങനെ. പിന്നെ ഞാൻ ആ മൂവിയുടെ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ഒരു കുർത്തിയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നപ്പോ രൂപേഷ് പീതാംബരൻ അറിയോ? പുള്ളിക്കാരൻ ഉണ്ട്, ഞങ്ങള് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. കോമ്പിനേഷൻ സീനാ. പുള്ളി ഇങ്ങനെ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സീനാ. നിഖില വിമൽ ഏത് ദിവസം ഞാൻ ചേട്ടാ അങ്ങനെ പറയല്ലേ, എനിക്കത് ഇഷ്ടമല്ല. പുള്ളിക്കാരെ ഇഷ്ടമല്ലാത്തോണ്ടല്ല, പിന്നെ ഞാൻ തന്നെ വന്ന് നോക്കി. അപ്പൊ ഏത് ആംഗിളിൽ എനിക്കങ്ങനെ തോന്നി. അപ്പൊ പുള്ളിയെ തെറ്റ് പറഞ്ഞ കാര്യമില്ലല്ലോ, എനിക്കങ്ങനെ തോന്നി. അതുപോലെ ലാലേട്ടന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര, കാരണം എനിക്കും ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ലാലേട്ടനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഏറ്റവും കൂടുതൽ തന്മാത്ര എന്നുള്ള മൂവി കണ്ട് പിന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ആളെ കാണണം, എന്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ കാണണം. എനിക്ക് പെർഫോം ചെയ്യണം കൂടെ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ചെയ്യുമായിരിക്കും, പറ്റും, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പറ്റും. അതാണ് എനിക്കൊരു സംഭവം എന്ന് പറയൂ. തന്മാത്രയാണ് ശരിക്കും ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് എന്നെ ഭയങ്കര ടച്ച് ചെയ്ത മൂവി. അതാ. വേറെ അതിന് മുന്നേ കണ്ട മൂവീസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. തന്മാത്രയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ആക്ടർ എന്ന് പറയുന്ന ആളിനെ അല്ലെങ്കിൽ ആക്ടേഴ്സിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം എല്ലാ പടങ്ങളും, പഴയ പടങ്ങളും പുതിയ പടങ്ങളും ഒക്കെ കാണും. അപ്പൊ പവിത്രക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സദയം ഇസ് ലൈക്ക് എനിക്ക് എന്തായിരുന്നു അതിന്റെ ആ ക്ലൈമാക്സ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പടം. പിന്നെ ചോട്ടാ മുംബൈ ഉണ്ടല്ലോ, അത് വേറെ മൂഡല്ലേ, അത് ഭയങ്കര ഇഷ്ടം. അതായത് എത്ര വേഴ്സറ്റൈലാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സ് അങ്ങനെയാണ്, പക്ഷെ പേഴ്സണലി ഓരോരുത്തർക്കും ഒരു ഇതുണ്ടല്ലോ. അതെ, അത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. ലാലേട്ടനെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന ഒരു ഓറയാണ്. അതെ, ഈ നടന്നു വരുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോ എത്ര ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളി മമ്മൂട്ടി സാർ അവരൊക്കെ ഇങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഓറ ക്രിയേറ്റ് ആവുമല്ലോ. ഭയങ്കര ഇങ്ങനെ ആളെ കാണുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത്രയും ഒരു ഓറയാണ്, ഭയങ്കര അടിപൊളിയാണ്. അതായത് നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് അവർ എല്ലാവരുടെയും. അതായത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഈ വ്യക്തിയാണെന്ന് അറിയപ്പെടാൻ പറ്റുന്നത്, അതൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ. ലാലേട്ടന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു വികാരമാണ്. അതെ. പക്ഷെ ഞാൻ ഉപ്പും മുളകിനെയൊക്കെ കൂടുതൽ ഗൗരിയുടെ ഫാൻ ആയത് ഒരു റീല് കണ്ടിട്ടാണ്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തിട്ടാണ് പെട്ടെന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇതുണ്ട്, മനുവിൽ നിന്ന് മല്ലിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അതെനിക്ക് തോന്നി, എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തോ ഇമോഷണൽ ആയി പോയി. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഈവൻ ഗൗരിക്കാണെങ്കിലും
ആ ഒരു റീൽ ഭയങ്കര ഉള്ളിൽ നിൽക്കുന്ന ഒരു റീൽസ് തന്നെ ആയിരിക്കില്ലേ? അത് ഒരു കാണുന്ന ആൾക്ക് അത്ര ഇമോഷണലി കണക്ട് ചെയ്തെങ്കിൽ അത് അഭിനയിച്ച ആൾക്ക് എന്തോരം കണക്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? അത് എന്ന് വെച്ചാൽ ഒന്നാമതേ നമുക്കറിയാം, നമ്മൾ ഈ വായനയൊക്കെ കുറച്ച് കുറഞ്ഞ സമയത്ത് വീണ്ടും മലയാളികളെ വായിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ബുക്കും കൂടിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുക്കിലൂടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റീൽസ് ആയിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് അത് കണ്ടേ പിന്നെയാണ് ഞാൻ ഗൗരിയിൽ കൂടെ എനിക്ക് ഗൗരീനെ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതെങ്ങനെയായിരുന്നു? അത് ഗൗരിയുടെ ഐഡിയ ആയിരുന്നു? അത് സംഭവം എന്താ അറിയോ, ഞാൻ അത്യാവശ്യം വായിക്കും, എനിക്കിഷ്ടമാണ് വായിക്കാൻ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ്, അവൻ ബുക്സ് ഒരുപാട് വായിക്കുന്ന ആളാണ്, അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്ത ബുക്സാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ബുക്ക് തന്നു. അപ്പം ഞാൻ ബുക്ക് വായിച്ച സമയത്ത് മല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര കണക്റ്റായി. അതിന് കഴിഞ്ഞ മാർച്ചിലാണ് ഞാനത് വായിക്കുന്നത്, കഴിഞ്ഞ മാർച്ചിൽ അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പം അന്ന് മുതൽ എനിക്ക് സ്കൂളിൽ +1 ആയിരുന്ന സമയത്ത് ഒരു മോണാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വേണുവിൽ നിന്ന് വേണിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡറിൻ്റെ. അന്ന് എനിക്ക് മോണാക്ടിന് സ്കൂളിലൊക്കെ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ സഹോദരി പോകേണ്ടി വന്നപ്പോൾ കോവിഡോ ഫ്ലഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ സ്കൂളിൽ ഞങ്ങളെ വിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പം അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രാൻസ്ജെൻഡർ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം മേരിക്കുട്ടി, നമ്മുടെ ജയസൂര്യ ആ മൂവി കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് റീക്രിയേറ്റ് ചെയ്യണം, റീൽ ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചു. അത് എനിക്കെന്തോ എനിക്ക് നമ്മൾ റീല് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് വർക്ക് ആവണം, അല്ലെങ്കിൽ ഞാനത് എടുത്താൽ കൂടി ഞാൻ റീൽ പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ബുക്ക് വായിക്കുന്നത്. അപ്പം മല്ലി എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാനന്ന് വേണുവിൽ നിന്ന് വേണിയെ ചെയ്ത അതേ ആ സാർ അന്ന് എനിക്ക് എഴുതി തന്ന സ്റ്റോറി എന്താണോ അതാണ് ഇതിൽ മല്ലി ഭയങ്കരമായിട്ട് കണക്റ്റ്. അപ്പം എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ കുറേ വീഡിയോഗ്രാഫേഴ്സിനോട് സംസാരിച്ചു, എനിക്കിത് ചെയ്യണം പറഞ്ഞ എല്ലാവർക്കും തൊടാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ അതെ ഈ ബുക്ക് തന്നത് ഒരു സന്ദീപ്, ഈ വീഡിയോ എടുത്തത് വേറൊരു സന്ദീപ്, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഉപ്പുമുളകിന്റെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കണ്ടന്റ് എന്താ ചെയ്യുന്നതെന്ന് ബ്രേക്ക് ടൈമിൽ എഴുതും, ഞാൻ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി വെക്കും. അപ്പോൾ ഇത് വലിയൊരു സ്റ്റോറിയല്ല, അതിന് നമ്മളൊരു 1-2 മിനിറ്റ്സിനുള്ളിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഫുൾ ഇമോഷനും ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഫ്ലോപ്പാ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതി വെട്ടി എന്നെ ഉപ്പുമുളക് ലൊക്കേഷനിലൊക്കെ കളിയാകും കേട്ടോ. ഞാൻ ഇങ്ങനെ വരച്ച് എനിക്ക് എഴുതുന്നതിനേക്കാളും വരയ്ക്കാൻ ഇഷ്ടം. ഭംഗിയിലല്ല വരയ്ക്കുന്നത്, പൊട്ടയായിട്ട് വരയ്ക്കുന്നത്, പക്ഷെ അങ്ങനെ വരച്ച് ഞാനിങ്ങനെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കും. ലാസ്റ്റ് മരിച്ചു കിടക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് വരയ്ക്കത്തില്ല, ഇങ്ങനെ ഒരു ചെറിയ സർക്കിൾ അതാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് മനസ്സിലാവും, വേറെ ആർക്കും അത് മനസ്സിലാവത്തില്ല. ഇതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കില്ല. അങ്ങനെയാണ് സന്ദീപ് എണ്ണ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ചെയ്തു വന്ന് സന്ദീപ് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കോയമ്പത്തൂരാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സീൻ ആയതുകൊണ്ട് നേരെ കോയമ്പത്തൂർ വിട്ടു. ആണ് അത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് കോയമ്പത്തൂർ പോയി ഷൂട്ട് ചെയ്ത കുഴപ്പമില്ല. അവിടെ ഒന്നാമത്തെ കാര്യം നമ്മള് ഷൂട്ട് ചെയ്യുന്ന ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഈ കോസ്റ്റ്യൂമിൽ അങ്ങനെ നടക്കുമല്ലേ, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു, മാറ്റർ എന്നൊക്കെ വിളിക്കുന്നത് എന്നെ. ഞാൻ റോഡിൽ എന്നെ ശരിക്കും വിളിച്ചു, ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോയപ്പോ ഞാൻ ഇന്ന് അവരെ കാണത്തില്ലല്ലോ, അപ്പൊ എനിക്കറിയാം ഇങ്ങനെ കാണിച്ചിട്ടോ ആരും വരാത്ത ഭാഗ്യം കേട്ടോ ശരിക്കും. എന്നിട്ട് അവിടുത്തെ രാത്രിയൊക്കെ നടന്നു പോകുന്ന കുറെ സീനൊക്കെ ഉണ്ടായി. അതെ അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറ്റാം, ഞങ്ങളെല്ലാം കാറിൽ നിന്ന് ഒരു സാരി ഉടുക്കുന്നു, അടുത്ത സാരി ഭംഗിയായിട്ട് ഉടുക്കണം, എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല, എങ്ങനെയെങ്കിലും ഉടുത്താൽ മതി. അപ്പൊ സാരി എല്ലാവരും പുറത്ത് നിർത്തിട്ട് സാരിയൊക്കെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് തന്നെ മാറ്റുന്നത്, അടുത്ത സാരി പോകുന്നത്. അങ്ങനെ ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഹായ് പോയി. പിന്നെ ഇപ്പൊ രാത്രി ടൈം കഴിയുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് ഇൻസെക്യൂർ ആവാൻ തുടങ്ങി. കാരണം വേറെ ട്രാൻസ്ജെൻഡേഴ്സ് റോഡിലുണ്ടേ, അപ്പൊ അതിൽ ഇതായിരുന്നു. പക്ഷെ വീഡിയോ എഡിറ്റ്